നമ്മുടെക്ക് ഇതിൽ ഒരു പ്രത്യേകത, നമ്മുടെ സിഫ്രാൻ അഭിനയത്തു കൂടി കൈവച്ചിട്ടുണ്ട്, അത് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ ഒപ്പം തന്നെ വലിയ സ്വീകാര്യതയാണ്. അപ്പൊ ഈ പ്രേക്ഷകരോട്, മോന്റെ ഏജിലുള്ളവരുണ്ട്, എല്ലാത്തവരുണ്ട്, മുതിർന്നവരൊക്കെ കാണുന്നുണ്ട്. ഈ അതിനോട് മോന് പറയാനുള്ളത് എന്താണ്? ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യണം. എന്തായാലും നിങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ നൂറിക്കും പറയാനുണ്ട് അല്ലേ? നൂറ് പറയും. അപ്പം നമ്മളെ ചങ്ങാതിയും ഉപകാരവും ലൈക്കും ചെയ്യണം, സപ്പോർട്ടും ചെയ്യണം, ഷെയറും ചെയ്യണം. ഓക്കെ. നമ്മുടെ ഈ കോവിഡ് കാലത്ത് നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലയിലും പ്രയാസങ്ങൾ, പ്രതിസന്ധികളാണ്. പ്രത്യേകിച്ച് കലാകാരന്മാരുടെ കാര്യം ഏറെ പ്രയാസമായിരുന്നു. ഇതെങ്ങനെ തരണം ചെയ്തു, എങ്ങനെ കൊണ്ടുപോയി? എനിക്കൊന്നും ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചുള്ള കലാകാരന്മാരാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു പരിപാടിയൊന്നും, പൊതുപരിപാടികളൊന്നും ആൾക്കാർ കൂടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആൾക്കാർ ഉണ്ടെങ്കിലേ നമ്മുടെ പൊതുപരിപാടികൾ നടക്കുകയുള്ളൂ. ഈ സാധാ എന്താ പറയുക, ഈ സീസണായിട്ട് പോകുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട്. അതുപോലെ ആർട്ടിസ്റ്റുകൾ, കീബോർഡ് അങ്ങനെ വായിക്കുന്ന ആൾക്കാർ, അവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളത്. നമുക്കൊക്കെ എന്തെങ്കിലും അത്യാവശ്യം റെക്കോർഡും കാര്യങ്ങളായിട്ട് ഇങ്ങനെ വരും. പിന്നെ നമുക്കൊക്കെ ആ ഒരു സമയത്ത് ഒരു ഇടക്കാല ആശ്വാസം എന്ന് പറഞ്ഞ പോലെ എലക്ഷൻ വന്നല്ലോ. ഈ കോവിഡിൻ്റെ സമയത്താണ് രണ്ട് ഇലക്ഷൻ വന്നിട്ടുണ്ടായത്. ഈ പഞ്ചായത്ത് ഇലക്ഷൻ ടൈമിൽ ഈ പാരഡി പാട്ടിൻ്റെ ഒരു ചാകരയാണ്. ആ സമയത്ത് ഒരുപാട് വർക്കുകൾ ചെയ്തു. അപ്പം ആ ഒരു സമയത്ത് തരണം ചെയ്യാൻ പറ്റി. എല്ലാ പാർട്ടിക്കാരെയും ഏത് പാർട്ടി, ഏത് പാർട്ടിയാണ് നമ്മൾ പാടിക്കുന്നത്. ഇന്നിപ്പോ ഒരു പാട്ടിന്റെ പാടിക്കഴിഞ്ഞാൽ നാളെ വേറെ പാർട്ടി. പക്ഷെ പാടുമ്പോൾ ശ്രദ്ധിക്കും, നമ്മളിപ്പോ പാട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കും. ഒരാൾ കുറ്റം പറഞ്ഞിട്ടുള്ള പാട്ടുകൾ നമ്മൾ പാടാറില്ല. അങ്ങനെ ഒരു കുറ്റങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയൊന്നും പറയാറില്ല. ഒരു നോർമലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പാട്ട് പാടും. അത് അവരും ഈ പാർട്ടിക്കാരും ആ ലെവലിലേ എടുക്കുകയുള്ളൂ. അവർ ഏത് പാർട്ടിക്കാരും നമ്മളെ സമീപിക്കും, നമ്മളത് ചെയ്തു കൊടുക്കും. ഇല്ല, ഇവരുണ്ട്, ഞാനും ചെയ്യിക്കാറില്ല. അങ്ങനെ ഒരുപാട് ഓർഡർ ഒക്കെ വരുന്നുണ്ട്. ഈ ആശംസ പാട്ടുകൾ, ബർത്ത്ഡേ സോങ്, അതൊക്കെ അതിന്റെ ഒറിജിനൽ ചിലപ്പോൾ അവൻ പഠിച്ചു വെച്ചതായിരിക്കും. അപ്പൊ നമ്മൾ ഈ പാരഡി കൂടി പാടിപ്പിക്കുമ്പോൾ അത് അവന് വലിയ ബുദ്ധിമുട്ട്. അതിങ്ങനെ പഠിച്ചു വെച്ചാൽ അപ്പൊ അവന് വായിക്കാൻ പഠിക്കുന്നുണ്ട്. പഠിച്ചു വെക്കുന്നത്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഈ ബർത്ത്ഡേ സോങ് ഒക്കെ പ്രേക്ഷകർ വിളിക്കുന്നുണ്ട്, സിഫ്രാനെ കൊണ്ടൊക്കെ പാടിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പാടിക്കാത്തതിന്റെ കാരണം വേറെ ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ്. അത് മാത്രമല്ല, ഓനിപ്പോൾ ഒരു റിയാലിറ്റി ഷോ ഹിന്ദി ചാനലൊരു പ്രോഗ്രാം വരുന്നുണ്ട് സ്റ്റാർ പ്ലസ്സിൽ. അതിപ്പോൾ കൊറോണ ആയതുകൊണ്ട് മാറ്റിവെച്ചാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പാട്ട് പഠിക്കലും അതിൻ്റെയൊക്കെ ഇതിലാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആശംസാ പാട്ടൊന്നും പാടിക്കാത്തത്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് പ്രേക്ഷകരോട് എന്തായാലും ആ ഷോയിലും തിളങ്ങി നിറക്കട്ടെ നമ്മൾ ആശംസിക്കുന്നു. ഒപ്പം ഇതിലൊരു പാരഡി പാട്ട് കൂടി നമുക്ക് പ്രേക്ഷകർ അത് കേട്ട സ്ഥിതിക്ക് അവർക്കൊരു പാട്ട് വേണ്ടി വരും. അതെ, അപ്പോൾ നമ്മൾ ഈ കൊറോണൻ്റെ സമയത്ത് നമ്മളൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ ട്യൂണാണ്. പുതിയ ട്യൂണിൽ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെല്ലാം ചെയ്തത് വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്തത്. നമ്മൾ ഇവിടുന്ന് മൊബൈലിൽ പാടിയിട്ട് അയച്ചു കൊടുക്കുന്ന സ്റ്റുഡിയോയിൽ. അപ്പോൾ ആ സമയത്ത് ഇറങ്ങാൻ പറ്റൂല. അത്രയ്ക്കും ഫസ്റ്റ് ടൈമിലുള്ള ലോക്ക്ഡൗൺ. നമ്മൾ മൊബൈലിൽ തന്നെ പാടി അയച്ചു കൊടുക്കുന്നു. അവിടുന്ന് പ്രോഗ്രാമിങ് ചെയ്യുന്നു. വിഷ്വൽ എടുക്കുന്നത് മൊബൈലിൽ ഇതിൻ്റെ മുകളിൽ നിന്നാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ മുകളിൽ നിന്നാണ് വിഷ്വൽ എടുക്കുന്നത്. അങ്ങനെ എടുത്തിട്ടുള്ള പാട്ടാണ് ആ ഒരു സമയത്ത് ഇറക്കിയിട്ടുള്ളത്. ഷുക്കൂർ ഉടുമ്പൻതലിയാണ് അതിൻ്റെ ലിറിക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ ബിനീഷ് കരുൺ അതിൻ്റെ ഓർക്കസ്ട്രേഷൻ, അതുപോലെ കുട്ടൻ സൗപർണിക അതിൻ്റെ എഡിറ്റിങ്. എല്ലാവരും വീട്ടിലിരുന്നിട്ട് തന്നെ ചെയ്തൊരു വർക്കാണ്. അപ്പം അതൊന്ന് 4 വരി പാടാം. ഭയന്നിടേണ്ട നമ്മളിന്ന് കരുതലാവുക, അകത്തിരുന്ന് ദൂരെ ദൂരെ മാറി നിൽക്കുക. കരുത്തു കാട്ടും കോവിഡിന്റെ ചിറക് നുള്ളുക, കൊളുത്തിവെച്ച ജീവിതത്തിൻ കാവലാവുക. ഭയന്നിടേണ്ട നമ്മളിന്ന് കരുതലാവുക, അകത്തിരുന്ന് ദൂരെ ദൂരെ മാറി നിൽക്കുക.